പമ്പയുടെ ഓളപ്പരപ്പിൽ ഒന്നാമതെത്താൻ തുഴയെറിയുന്നത് പോലെയാണ് ആറന്മുളയിൽ ഇപ്പോൾ 3 മുന്നണികളുടെയും കടുത്ത പോരാട്ടം. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ മുൻപന്തിയിലുണ്ട് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലം. മണ്ഡലം നിലനിർത്താൻ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് കിണഞ്ഞു പരിശ്രമിക്കുന്നു. എന്നാൽ അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി. ഇരു മുന്നണികളെയും വിറപ്പിക്കാൻ മുതിർന്ന നേതാവ് BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ NDAയ്ക്കായി കളത്തിലുണ്ട് താനും. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതുവരെ ത്രില്ലും സസ്പെൻസും നിലനിന്ന മണ്ഡലമായിരുന്നു ആറന്മുള. മന്ത്രി വീണ ജോർജ് LDFന് വേണ്ടി വീണ്ടും ജനവിധി തേടുമെന്ന് നേരത്തെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു മുന്നണികളെക്കാൾ വള്ളപ്പാടകലെ വീണ ജോർജ് എത്തിയിരുന്നു. അതിന്റെ ആത്മവിശ്വാസം പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴും LDF സ്ഥാനാർത്ഥിക്കുണ്ട്. തന്റെ മണ്ണാണെന്നും ഇവിടെയാണ് ജനിച്ചു വളർന്നതെന്നും ആറന്മുളക്കാർ തന്നെ കൈവിടില്ലെന്നും വീണ ജോർജ് ഉറപ്പിച്ചു പറയുന്നു. 2016 മുതൽ ഇക്കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവൃത്തികൾ ഓരോന്നായി എടുത്തു പറഞ്ഞാണ് വീണ ജോർജ് വോട്ടർമാർക്കിടയിലേക്ക് എത്തുന്നത്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഇവിടെ ജീവിക്കുന്ന ഒരാളാണ്. അടിസ്ഥാന സൗകര്യം വളരെ വലിയ രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. 330 ആശുപത്രികൾക്ക് കെട്ടിടങ്ങളുണ്ടായി, മറ്റ് സൗകര്യങ്ങൾ എല്ലാ ജില്ലകളിലും ജില്ലാശുപത്രികൾ കാത്ത് ലാബ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് UDFൽ ആദ്യം ചില അസ്വാരസ്യങ്ങളുണ്ടായി. എന്നാൽ അതിനെയെല്ലാം മറികടക്കുന്ന രീതിയിലായിരുന്നു അബിൻ വർക്കിയുടെ മണ്ഡലത്തിലേക്കുള്ള എൻട്രി. ലേറ്റ് ആയാലും ലേറ്റസ്റ്റായി വരുമെന്ന സിനിമാ ഡയലോഗ് പോലെ പ്രചാരണത്തിൽ മുന്നിലെത്താൻ UDF സ്ഥാനാർത്ഥിക്കായി. UDF നേതാക്കൾ ഓരോരുത്തരായി മണ്ഡലത്തിൽ വന്നുപോയത് പ്രവർത്തകരെ കൂടുതൽ ആവേശത്തിലാക്കി. ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആഹ്വാനവും പ്രവർത്തകർക്ക് നേതാക്കൾ നൽകി. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച, കണ്ണൂരിലുണ്ടായ കരിങ്കൊടി സമരവുമെല്ലാം വീണ ജോർജിനെതിരെ ആയുധമാക്കുകയാണ് UDF. ശ്രീമതി വീണ ജോർജിനെതിരെ പറയുന്ന കാര്യങ്ങൾ അതൊന്നും വ്യക്തിപരമല്ല. ഇപ്പോൾ അവർ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണ്. ഇപ്പം നമ്മൾ ഒരു മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണാൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിമർശിക്കും. ഒരു മെഡിക്കൽ കോളേജിൽ രോഗി ചികിത്സ കിട്ടാതെ മരിച്ചാൽ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിമർശിക്കും. സർക്കാർ മേഖലയെ തകർത്തത് ഈ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ തകർത്തത് ഈ സർക്കാരാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാന ഘട്ടത്തിലായിരുന്നു ആറന്മുളയിലേക്ക് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ വരവ്. മണ്ഡലവുമായി കുമ്മനം രാജശേഖരനുള്ള ആത്മബന്ധം ഗുണം ചെയ്യുമെന്ന് BJP ക്യാമ്പ് വിലയിരുത്തുന്നു. ഇടത് വലത് മുന്നണികൾ മണ്ഡലത്തിൽ ഇക്കാലമത്രയും ഒന്നും ചെയ്തിട്ടില്ലെന്ന പ്രചരണമാണ് NDA നടത്തുന്നത്. ആറന്മുളയിലെ പല ആളുകളെയും പേരെടുത്ത് വിളിക്കാനുള്ള കുമ്മനത്തിന്റെ സ്വാധീനം അനുകൂലമാകുമെന്ന വിലയിരുത്തലും BJPക്കുള്ളിലുണ്ട്. കരുത്തരായ നേതാക്കളെ ഇറക്കിയപ്പോഴെല്ലാം വോട്ട് ഉയർത്തിയ ചരിത്രം NDA മുന്നണിക്കുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ഏറ്റവും ചർച്ചയാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. എനിക്ക് എല്ലാവരും പരിചയമാണ്. ഏത് കവലയിൽ ചെന്ന് കഴിഞ്ഞാലും ഏത് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാലും എത്ര സന്തോഷത്തോടു കൂടിയാണ് എന്നെ സ്വാഗതം ചെയ്യുന്നത്. കാരണം ഞാൻ ഇവിടുത്തെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. വേണ്ട വേണ്ട എന്നായിരുന്നു ഇത്രയും നാൾ LDFും UDFും പറഞ്ഞത്. ഞങ്ങൾക്ക് മോഡിയുടെ പണം വേണ്ട. ഞാൻ പറയുന്നു മോഡിയുടെ പണം വേണം. കാരണം എനിക്ക് വലുത് ജനങ്ങളാണ്. 1957 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ 9 തവണ കോൺഗ്രസ് മുന്നണിയെ ആറന്മുള ചേർത്ത് പിടിച്ചിട്ടുണ്ട്. 7 തവണ ഇടതുമുന്നണിയും കരുത്തുകാട്ടി. UDFന്റെ ഉറച്ച മണ്ഡലമായിരുന്നു ആറന്മുള. എന്നാൽ അത് LDF തിരിച്ചുപിടിച്ചു. ഇക്കുറി മണ്ഡലം നിലനിർത്താൻ പഠിച്ച പണി 18 പയറ്റുന്നുണ്ട് ഇടതുമുന്നണി. അതേസമയം നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുപിടിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. മണ്ഡലത്തിന്റെ മനസ്സ് ഇക്കുറി NDAയ്ക്കൊപ്പം നിലനിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് കുമ്മനം രാജശേഖരൻ. ആറന്മുളയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.